ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ നമ്മുടെ വേദിയിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തും. നമ്മുടെ മജ്ലിസിന് ഇൻഷാ അല്ലാഹ് നേതൃത്വം നൽകും. അൽഹംദുലില്ലാഹ് വളരെ കൂടുതൽ നേരം നല്ല രീതിയിൽ നമുക്ക് നല്ല ഉപദേശം നൽകി തന്ന അഭിമന്യരായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ നന്ദികളും ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുകൾക്ക് രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സദസ്സിലിരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ അല്പസമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് വരും. ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ വലിയ വലിയ സ്വതക്കകൾ നൽകിയവരുണ്ട്, പല രീതിയിലും സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങൾ ഉസ്താദ് അല്പസമയത്തിനകം എത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. വന്യരായ ഉസ്താദ് അവരുകൾ ലളിതമായ ഭാഷയിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മോട് നമ്മുടെ കൽബിനെ തട്ടുന്ന രീതിയിൽ നമുക്ക് ഉപദേശിച്ചു തന്നു. അള്ളാഹു അതൊക്കെയും ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്, വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങൾ, അതിനെ ബഹുമാനിക്കുന്നവർ, അതിനെ ആദരിക്കുന്നത് മിൻ തഖ്വൽ ഖുലൂബ, തഖ്വയുള്ള ഹൃദയത്തിൻ്റെ അടയാളമാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് അവസാനത്തെ ഗുണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തഖ്വയില്ലാതെ ഒരാളിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ആ തഖ്വയോട് അധിഷ്ഠിതമായ ജീവിതം മാത്രമേ സ്വർഗം കൊയ്യാൻ അവനിക്ക് നിദാനമാവുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശിആറുകൾ ധാരാളമുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ പ്രവാചകരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവർക്കാവശ്യമുള്ള വസ്തുക്കളെ അതാത് സമയത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടെ മുത്തുനബി തങ്ങൾ പല മൗജിസത്തുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇതിന് യാതൊരു മാറ്റവും ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നുമില്ല. ഇവിടെ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വിശുദ്ധമായ റജബ് മാസമാണ്. റജബ് മാസം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ചറിയാം. ആ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഈ ഇസ്രാ മിഅ്റാജിൻ്റെ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പുണ്യസ്ഥലമാണ് പരിശുദ്ധമായിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദിസ്. ഈ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയുന്നത് ഫലസ്തീനിലാണ് ബൈത്തുൽ മുഖദ്ദിസ് ഉള്ളത്. ആ ബൈത്തുൽ മുഖദ്ദിസിനെ അതിൻ്റെ പരിസരത്ത് ധാരാളം പൂർവീകരായ അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ വിശുദ്ധമായിരിക്കുന്ന ബൈത്തുൽ മഖ്ദിസും അതിൻ്റെ പരിസരങ്ങളും എല്ലാ രീതിയിലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് വിശുദ്ധ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഖുർആനാണ്. ആ ഖുർആൻ യാതൊരു മാറ്റവുമില്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ്. ഏത് രീതിയിൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാലും ഖുർആനിനെ ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ഖുർആനിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം. ഏത് ഭാഷ എടുത്തു നോക്കിയാലും കാലങ്ങളിങ്ങനെ പുരോഗമിക്കുമ്പോൾ ഭാഷയിൽ പുതിയ പുതിയ വേർഡുകൾ വന്ന്, പുതിയ പുതിയ വാക്കുകൾ വന്ന്, നേരത്തെയുള്ള ഭാഷകളൊന്നും അല്ലാതെയായി പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ തന്നെ എടുത്തു നോക്കിയാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. പക്ഷേ ഇവിടെ ഇന്ന് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു, നമ്മുടെ കർണാടകയുടെ തലസ്ഥാനമാകുന്ന ബാംഗ്ലൂരിൽ ഒരു സ്വിറ്റ്സർലാൻഡുകാരനായ വ്യക്തിയെ കൊള്ളയടിക്കപ്പെടുകയാണ്. സ്വിറ്റ്സർലാൻഡുകാരനായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊള്ളയടിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കള്ളൻ കയറിയപ്പോൾ അദ്ദേഹം പോലീസിനെ 112 എന്ന നമ്പറിൽ അല്ലെങ്കിൽ 102 എന്ന നമ്പറിൽ അദ്ദേഹം വിളിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വിളിച്ച ഉടനെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഫോൺ എടുത്ത ആൾക്ക് ഇയാളുടെ ഇംഗ്ലീഷ് തിരിയുന്നില്ല. കാരണം സ്വിറ്റ്സർലാൻഡുകാരൻ്റെ ഇംഗ്ലീഷ് ബാംഗ്ലൂരുകാരൻ്റെ ഇംഗ്ലീഷിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാഷ പല മേഖലകളിലേക്ക് എത്തുമ്പോൾ ഒരേ ഭാഷ തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. അതേ രീതിയിൽ ഒരു നൂറ്റാണ്ടിലുള്ള ആ ഭാഷ പിന്നൊരു നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വാക്കുകൾ മാറ്റപ്പെടുന്നു. അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലെ മറ്റു ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ പിന്നീട് വരുമ്പോൾ അതിലേക്ക് മൂല്യമില്ലാതെ വരുന്നുവെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ ആ ഭാഷയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതിലുള്ള ഒരു വാക്കിൻ്റെ പോലും അർത്ഥം കൽപ്പിക്കപ്പെടാത്തൊരു സാഹചര്യം വന്നിട്ടില്ല. ഇതാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ആ ഖുർആൻ നമ്മൾ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒരു ഖുർആനാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടണം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനാണ്. അച്ചടിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ലോകത്ത് പാരായണം ചെയ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ നോക്കൂ, ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആനിനോട് താല്പര്യമുള്ള ആളുകൾ, അതിൻ്റെ അർത്ഥമറിയുന്ന ആളുകൾ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ എടുത്തു നോക്കൂ, നമുക്കൊരു പത്രം കിട്ടിയാൽ ദിവസവും ഇവിടെ എത്രയോ പത്രങ്ങൾ ഇറങ്ങുന്നു. പക്ഷേ ആ പത്രം മുഴുവനും വായിക്കാൻ താല്പര്യപ്പെടുന്നില്ലേ? അതിൽ തനിക്ക് താല്പര്യമുള്ള സ്റ്റോറികളോ താൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലോ ഒരുപക്ഷെ വായിച്ചു എന്ന് വരാം. അങ്ങനെ ഞാൻ ഇന്നൊരു പത്രം വായിച്ചു കഴിഞ്ഞാൽ നാളെയാകുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇന്നത്തെ പത്രം അങ്ങ് തന്നാൽ ഞാനത് വലിച്ചെറിയും. കാരണം ഇത് ഇന്നത്തെ പത്രമല്ലല്ലോ, ഇത് ഇന്നലത്തെ പത്രമാണ്, അത് ഞാൻ വായിച്ചു കഴിഞ്ഞതാണ് എന്ന രീതിയിൽ ഒരു ദിവസം പോലും, ഒരു 24 മണിക്കൂർ പോലും ഒരു ന്യൂസിന് വാല്യൂ ഇല്ലാത്ത ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ അതന്ന് പറഞ്ഞ അതേ ചരിത്രങ്ങൾ ആവേശത്തോടുകൂടെ വീണ്ടും വീണ്ടും പ്രോജ്വലിച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി പല രാജ്യങ്ങളും അറബി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അറബി ഭാഷ പഠിപ്പിക്കുകയാണ്. കാരണം അറബി ഭാഷ പല രാജ്യങ്ങളും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പഠിപ്പിച്ചു. എന്തിനാണ് അറബി പഠിപ്പിക്കുന്നത്? അറബിയിലുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മനസ്സിലാക്കി, അത് മനസ്സിലാക്കണമെങ്കിൽ അറബി അറിയണം. അറബി അറിഞ്ഞാലേ ഇസ്ലാമിലുള്ള ആ ആശയങ്ങളുടെ തെറ്റായ വശങ്ങൾ ഏത് എന്ന് കണ്ടെത്തി പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അറബി പഠിക്കാൻ വേണ്ടി സർവകലാശാലകൾ തുറന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം എന്തുണ്ടായി? അറബി പഠിച്ചു, എന്നിട്ട് അവർ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കുകയാണ്. പക്ഷേ ഖുർആൻ പഠിച്ചപ്പോൾ ഇതിലൊരു തെറ്റുമില്ല എന്ന് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കി. അതിലൂടെ അവർ ഇസ്ലാമിലേക്ക് വന്നു. നമുക്കറിയാം, ബ്രിട്ടനിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യയുടെ നേരെ പകുതിയിലധികം മുസ്ലിമീങ്ങളാകും എന്നാണ് ഇവിടെ ചരിത്രങ്ങൾ പറയുന്നത്. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇതൊരു സൃഷ്ടി ഉണ്ടാക്കിയതല്ല, ഇതിൻ്റെ പിന്നിലെന്തോ ഒരു ശക്തിയുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഖുർആൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ഈ ഖുർആനിനെ ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഖുർആനിനെ നമ്മൾ ബഹുമാനിക്കണം. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഖുർആനുണ്ട്, മുസ്ഹഫുണ്ട്. സാധാരണ നമ്മുടെ നാടുകളിൽ വീട് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ആദ്യമായി നമ്മൾ കൊണ്ടുപോകുന്നത് മുസ്ഹഫാണ്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ മുസ്ഹഫിനെ നമ്മൾ അവിടെ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഏറ്റവും ആദരിക്കപ്പെടുന്നൊരു ഗ്രന്ഥമാണ് എന്ന രൂപത്തിലാണ്. അൽഹംദുലില്ലാ, ആ രീതിയിൽ നമ്മൾ ആദരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നതിൽ സംശയമില്ല. പക്ഷേ കൊണ്ടുപോയി വെക്കപ്പെടുന്ന സ്ഥലങ്ങൾ ആദരവിന് ഭംഗം വരുന്ന രൂപത്തിലാകാൻ പാടില്ല.
ഖുർആൻ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളുകളിൽ, മേശപ്പുറത്ത് ഖുർആൻ വെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മുസ്ഹഫ് നമ്മൾ ഓതാൻ വേണ്ടി എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ അരയിലെ താഴ്ഭാഗത്തേക്ക് മുസ്ഹഫ് ഇറങ്ങാത്ത രൂപത്തിൽ ശ്രദ്ധിക്കണം. പലപ്പോഴും ഖുർആൻ ഓതാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു വരുന്ന ആളുകളുണ്ട്. ഒരിക്കലും പാടില്ലാത്തതാണ്. പൂർവീകരായ ആളുകൾ ഇങ്ങനെയാണ് മുസ്ഹഫിനെ പിടിച്ചിരുന്നത്. കാരണം അത് ആദരിക്കുക, ആദരവ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബഹുമാനിക്കണം. ജനങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണം. ആദരവ് വളരെ പ്രാധാന്യമുള്ളതാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ ആദരിക്കണം. ആ ആദരവ് ഉയർന്ന സ്ഥലത്ത്, ശുദ്ധമായ സ്ഥലത്ത് വെക്കണം. മാത്രവുമല്ല, വുളൂ ഇല്ലാതെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ പാടില്ല. വുളൂ ഇല്ലാതെ ഖുർആൻ ഓതാം, പക്ഷേ വുളൂ ഇല്ലാതെ മുസ്ഹഫ് തൊടാൻ പാടില്ല. കാരണം അത് അതിനോടുള്ള ആദരവാണ്. അപ്പം അങ്ങനെ ഓരോ ആദരവുള്ള വസ്തുക്കളെ നമ്മൾ ആദരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തഖ്വകൾ വരുന്നത്. അങ്ങനെ മുസ്ഹഫ് മാത്രമല്ല, പള്ളി അത് ആദരിക്കപ്പെടേണ്ട വസ്തുവാണ്. അല്ലാഹുവിൻ്റെ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ പള്ളിയാണ്. പള്ളി എന്ന് പറയുമ്പോൾ അത് വളരെ അലങ്കൃതമായ മനോഹരമായ പള്ളിയോട് അല്ലാഹുവിന് കൂടുതൽ സ്നേഹവും. പള്ളിക്കൊരൽപ്പം ഭംഗി പറഞ്ഞാൽ അല്ലാഹുവിനിക്ക് സ്നേഹം കുറഞ്ഞു വരുന്നില്ല. പക്ഷേ പള്ളിയെ നമ്മൾ ആദരിക്കണം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ 3 പള്ളികളേ ഉള്ളൂ. അതൊന്ന് പവിത്രമായ മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത്തെ മദീനത്തെ മുത്തുനബിയുടെ മസ്ജിദുൽ നബവിയാണ്. മൂന്നാമത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. ഇത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പള്ളികൾക്കും തുല്യസ്ഥാനമാണ്. പക്ഷേ പള്ളിയെ നമ്മൾ ആദരിക്കണം. പള്ളിയെ ആദരിക്കുക എന്ന് പറയുമ്പോൾ പള്ളിയെ കാണുമ്പോൾ ഇങ്ങനെ കുമ്പിടണം എന്നല്ല അതിൻ്റെ അർത്ഥം. പള്ളിയുടെ ആദരവ് എന്ന് പറയുന്നത്, പള്ളിയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കാൽ എത്ര ശുദ്ധമായാലും, നമ്മൾ എവിടെ നിന്ന് ഉളുവെടുത്ത് വന്നാലും പള്ളിയിലേക്ക് കടക്കുമ്പോൾ കാലൊന്ന് കഴുകണം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇസ്രാഫ് എന്ന് പറയുന്നത് ഇസ്ലാം ഘടകവിരുദ്ധമായി നിരോധിച്ചൊരു കാര്യമാണ്. ഏതുവരെ എന്ന് പറഞ്ഞാൽ, ഉളുവെടുക്കുന്ന സമയത്ത് നമുക്ക് 1 പ്രാവശ്യം മുഖം കഴുകൽ നിർബന്ധമാണ്. 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. എന്നാൽ കടലിലെ വെള്ളം നിങ്ങൾ നോക്കൂ, എത്ര എടുത്താലും തീരുകയില്ല. ഒരാൾ കടലിലെ വെള്ളത്തിൽ ഉളുവെടുക്കുകയാണ് എങ്കിൽ ഇമാമിയങ്ങൾ കിതാബുകളിൽ എഴുതുന്നു, 3 പ്രാവശ്യം മുഖം കഴുകി, 1ാമത് ഫറളും 2 സുന്നത്തുകളും കഴുകി, 4ാം പ്രാവശ്യം കഴുകുന്നുവെങ്കിൽ അത് കാരണം ഉറ്റുന്ന വെള്ളം അവിടത്തേക്ക് തന്നെ ഉറ്റിപ്പോകും. എങ്കിൽ പോലും അത് ഇസ്രാഫാണ്, അത് പാടില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇസ്രാഫ് അമിതമായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന വസ്തുവാണ്. എങ്കിൽ പോലും പ്രവേശിക്കുമ്പോൾ ശുദ്ധമായ കാല്, ഇതിലേക്ക് വെള്ളമടിക്കുമ്പോൾ വെള്ളം ഇസ്രാഫായി പോകുമല്ലോ, അത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അവിടെ മഹാന്മാർ പറയുന്നു, വൃത്തി കാല് കഴുകി നമ്മൾ പള്ളിയിലേക്ക് പോകണം. പള്ളിക്ക് ആദരവ് വേണം. പള്ളിയിൽ ഇരിക്കുന്നതിന് ആദരവുണ്ട്. എവിടെ ഇരിക്കുമ്പോൾ ഇത് പള്ളിയാണ്, അല്ലാഹുവിൻ്റെ ഭവനമാണ് എന്ന ചിന്തയോടുകൂടെ പള്ളിയിൽ ഇരിക്കുന്നൊരു സംവിധാനമുണ്ട്. സ്ത്രീകൾ എങ്ങനെയാണ് പള്ളിയെ ആദരിക്കേണ്ടത്, പള്ളിയെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്? പള്ളിയിലേക്ക് വരാനുള്ള വകുപ്പുകൾ അവർക്കില്ല. പക്ഷേ ഈ പള്ളികൾ ഇവിടെ എന്നും നിലനിൽക്കണമെന്ന ആഗ്രഹം അവരുടെ ഹൃദയത്തിലുണ്ടാകണം. കാരണം നമുക്കറിയാം, നാളെ അർശ് എന്ന് പറയുന്നൊരു വസ്തുവുണ്ട്. അർശ് എങ്ങനെയെന്ന് വിശദീകരിക്കപ്പെടാൻ പറ്റാത്തതാണ്. പക്ഷേ അർശിനിക്ക് നിഴലുണ്ട്. നമുക്കറിയാം, നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ അതാ ഒരു ചാണ്ട് മുകളിൽ സൂര്യൻ ഉദിക്കുന്നു. ചെമ്പിനാൽ നിർമ്മിക്കപ്പെട്ട ഭൂമി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന രംഗം. ആ സമയത്ത് 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തടൽ നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ 7 വിഭാഗം ആളുകളെ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു വിഭാഗമുണ്ട്, വറജുലുൻ ഖൽബുഹു തഅല്ലഖ ബിൽ മസ്ജിദ്. ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയം പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുകയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ തന്നെ പോയിരിക്കണമെന്നല്ലേ, പള്ളിയുടെ ഉയർച്ചയാണ് അയാളുടെ ഖൽബിൽ എപ്പോഴും ഉള്ളത്. പള്ളി എപ്പോഴും അത് പുരോഗമനത്തിലേക്ക് എത്തണമെന്ന്. ഇവിടെ ആണിന് മാത്രമല്ല സ്ഥാനം, ഇവിടെ പെണ്ണിനും സ്ഥാനമുണ്ട്. ചിലപ്പോൾ സ്ത്രീകൾ വിചാരിച്ചേക്കാം, ഒരാളുടെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ആ അർശിൻ്റെ തണലിൽ ഞങ്ങൾക്ക് ലഭ്യമല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. മഹാന്മാർ
ബുഖാരി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് കാണാം. ഇവിടെ റജുല് എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത് എങ്കിലും റജുലു എന്നതിലേക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അവിടെ മഹാന്മാർ പറഞ്ഞു റജുലുൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ എന്നാണ് പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്, ഒരു മനുഷ്യൻ എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്. ആ മനുഷ്യരിൽ ആണ് പെണ്ണ് പെടും. ആ സ്ത്രീയുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പള്ളി ഇത് ഉയർന്നു നിൽക്കണം, ഇതിവിടെ പ്രശോഭിച്ചു നിൽക്കണം. അള്ളാഹുവിൻ്റെ പള്ളിയിൽ എപ്പോഴും ദീനിയായ ശിആറുകൾ ഉണ്ടാകണം, ബാങ്കിൻ്റെ ശബ്ദങ്ങൾ എപ്പോഴും കേൾക്കണം, സ്വലാത്തിൻ്റെ മജ്ലിസുകൾ ഇവിടെ നടക്കണം, ഇവിടെ ഹദ്ദാർ ആത്തീബുകൾ നടക്കണം, ഇവിടെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അവിടുത്തെ ഖുതുബിയത്ത് നടക്കണം, ഇവിടെ റാത്തീബുകൾ നടക്കണം എന്നിങ്ങനെയുള്ള ചിന്തകൾ, അതിന് വേണ്ടുന്ന സഹായങ്ങൾ, അതിന് വേണ്ടുന്ന ഒത്താശകൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം. അങ്ങനെ നമുക്ക് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ പള്ളിയോട് ആദരവ് വേണം. അങ്ങനെ പള്ളിയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തഖ്വ വരുന്നു. തഖ്വയങ്ങ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തിന്മകൾ ചെയ്യുമ്പോൾ വല്ലാത്ത ഭയപ്പെടുന്നു, തിന്മയിൽ നിന്ന് അവൻ അകന്നകന്നു പോകുന്നു. ഇങ്ങനെ അല്ലാഹു തആല ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കൾ ലോകത്ത് ധാരാളമുണ്ട്. കഅബാലയം അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുവാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് കാണാനും അത് സ്പർശിക്കാനും ചുംബിക്കാനും നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കഅബ അല്ലാഹു ബഹുമാനിച്ചതാണ്. അതുപോലെ ചില ദിവസങ്ങളെ അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ പവിത്രമായൊരു ദിവസമാണ്. വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് പറയുന്നത് വഈദുൽ ലിൽ മുഅ്മിനീൻ. ആ വെള്ളിയാഴ്ച ദിവസം മുഅ്മിനീങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളാണ്. അതേപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഹജ്ജാണ്. വെള്ളിയാഴ്ചയുടെ ജുമഅ എന്ന് വിശേഷിക്കപ്പെടുമ്പോൾ വെള്ളിയാഴ്ചക്കൊരു ബഹുമാനമുണ്ട്. ബാക്കി ദിവസങ്ങളെപ്പോലെയല്ല വെള്ളിയാഴ്ചയെ കാണേണ്ടത്. വെള്ളിയാഴ്ച രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിൽ നിന്ന് വിട ചൊല്ലി അതാ 1400 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ മദീനത്തെ ആ പച്ചക്കുബ്ബയുടെ താഴ്വരയിൽ നിന്ന് ഹബീബായ തങ്ങൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൂ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാത്രിയിൽ നിങ്ങൾ ചൊല്ലുന്ന, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നേരിട്ട് ഞാൻ കാണുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വീടുകളിലിരുന്ന് സ്വലാത്ത് ചൊല്ലണം. പള്ളിയിൽ നിന്ന് സ്വലാത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലുന്നവരാകണം. എനിക്ക് കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച രാത്രികളിൽ സ്വലാത്തിൻ്റെ മജ്ലിസ് വീടുകളിൽ പെണ്ണുങ്ങൾ ഇരുന്നു കൊണ്ട് സംഘടിപ്പിക്കണം. പരസ്പരം അപ്പുറം ഇപ്പുറം വീടുകളിലേക്ക് പോകണമെന്നല്ലേ. അതാത് വീട്ടിലുള്ള ഉമ്മയും സഹോദരിമാരും അതുപോലെ തന്നെ പെൺമക്കളും കൂടി വീട്ടിൽ സ്വലാത്തിൻ്റെ മജ്ലിസ് ഉണ്ടാകണം. കാരണം അതാണ് നമുക്ക് കാവല്. അല്ലാഹു ആദരിച്ച വസ്തുക്കളാണത്. ഹബീബായ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, അല്ലാഹു വലിയ ബഹുമാനം കൽപ്പിച്ചതാണ്. അങ്ങനെ അല്ലാഹു ബഹുമാനം കൽപ്പിച്ച സ്വലാത്തിൻ്റെ മജ്ലിസ്, ആ സ്വലാത്തിൻ്റെ മജ്ലിസിനെ ആദരിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് തഖ്വ തരുന്നു. അതേപോലെ അല്ലാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെറുപ്പക്കാരൻ ഉമ്മയെ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നു. കൊല ചെയ്തതിന് ശേഷം അവനെ ടസിക്കുന്നതാണ്. എന്നെ എന്തിനാണ് പ്രസവിച്ചത്? എന്നെ പ്രസവിച്ചതാണ് ഉമ്മ ചെയ്ത കുറ്റം. അതുകൊണ്ടാണ് ഉമ്മയെ വാക്കത്തിയെടുത്ത് മകൻ വെട്ടിക്കൊല്ലുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉമ്മ എന്ന് പറയുന്നത് കേവലം 2 അക്ഷരം മാത്രമല്ല, ഉപ്പ എന്ന് പറയുന്നത് കേവലം 2 അക്ഷരം മാത്രമല്ല. ഉപ്പയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ലേ, ഉമ്മക്ക് ഒരു പക്ഷേ വിവരമുണ്ടായിക്കൊള്ളണമെന്നില്ലേ, പക്ഷേ അവര് ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ്. ഇവിടെ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയാണ്, വലാ തഖുല്ലഹുമാ ഉഫിൻ. ഒരിക്കലും മാതാപിതാക്കളോട് നിങ്ങൾ ഉഫിൻ എന്നുള്ള വാക്ക് പോലും പറയരുത്. ഉഫിൻ എന്ന് പറഞ്ഞാൽ ചേ, അല്ലെങ്കിൽ അതെനിക്ക് കഴിയില്ല. ഉമ്മ പറഞ്ഞു, മോനെ നീ വന്ന് പീടിയൊക്കെ പോയിട്ട് വല്ല സാധനവും എടുത്തുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ചീത്ത പറയാൻ, പിന്നെ ചീത്ത പറയുന്നതിൻ്റെ കഥ പറയേണ്ടതുണ്ടോ? ഉമ്മയെ അടിക്കുന്നതിൻ്റെ കഥ പറയേണ്ടതുണ്ടോ? ഉപ്പയെ ചീത്ത പറയുന്നതിൻ്റെ കഥ പറയേണ്ടതുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം നിർദ്ദേശിച്ചാൽ എനിക്കത് കഴിയില്ല എന്ന് മാന്യമായ ഭാഷയിൽ പറയുന്നത് പോലും വലിയ തെറ്റാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞില്ലേ, ഇവിടെ സുജൂദ് ഏറ്റവും വലിയ ഇബാദത്ത് സുജൂദാണ്. ഒരാളുടെ തല ഇങ്ങനെ
താഴ്ത്തി സാഷ്ടാംഗം ചെയ്യുന്നതാണ് സുജൂദ്. ആ സുജൂദ് ഇവിടെ അള്ളാഹുവിൻ്റെ മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. ഞാൻ വളരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തോ ഒരു വസ്തു അത്യാവശ്യമായി വരുന്നു. ആ സമയത്ത് ആരോ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ അരികിലേക്ക് ആ വസ്തു എത്തിച്ചു. അപ്പം അയാളോട് എനിക്ക് വല്ലാത്തൊരു നന്ദി ഉണ്ടാകും, കടപ്പാടുണ്ടാകും. എത്ര വലിയ കടപ്പാട് അയാളോടുണ്ടായാലും അയാൾക്ക് നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യാൻ ഇവിടെ സൃഷ്ടികൾക്ക് പാടില്ല. പക്ഷേ ഇവിടെ സുജൂദ് ചെയ്യാൻ ഒരു സൃഷ്ടിക്ക് ഒരാളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ അത് മാതാവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയിട്ടും കാര്യമില്ല. ഏത് വലിയ പണക്കാരനോ വിദ്യാഭ്യാസമോ നേടിയിട്ട് കാര്യമില്ല. ആ മാതാപിതാക്കളുടെ ഒരു ചെറിയ വെറുപ്പ് പോലും നമ്മൾ സമ്പാദിക്കാൻ പാടില്ല. അവർക്ക് വലിയ ബഹുമാനം കൽപ്പിക്കണം. പ്രായമായ സമയത്ത് കൂടുതൽ അവരെ ആദരിക്കണം. നമുക്കറിയാം, മദർസ് ഡേ നടക്കുന്നു, ഫാദർസ് ഡേ എന്നുണ്ട്. ലോകത്ത് 365 ദിവസങ്ങളിൽ വ്യത്യസ്തമായ ഡേകളുണ്ട്. മദർസ് ഡേ ഉണ്ട്, ഉമ്മാനെ സ്നേഹിക്കുന്ന ഡേ. ഫാദർസ് ഡേ ഉണ്ട്. അന്ന് നമുക്കറിയാം, ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെയും ഉമ്മനെ ഇങ്ങനെ ചുംബിച്ചിട്ട് മദർസ് ഡേയിൽ മാത്രം അതാ ഫോട്ടോ വിട്ടുകൊണ്ട് ഇതെൻ്റെ ഉമ്മയാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആ ഒരു ദിവസത്തിൻ്റെ ചുംബനം മാത്രമല്ല, ഉമ്മയെ നമ്മൾ വല്ലാത്ത സ്നേഹിക്കണം. അവരുടെ വാക്കിൽ നിന്ന് നമുക്കെതിരായത് ഒന്നും വരാത്തതുപോലെ ശുശ്രൂഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഹബീബായ തങ്ങൾ പറഞ്ഞു, അതാ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. അൽ ജന്നത്തു തഅത അഖ്ദാമിൽ ഉമ്മഹാത, നിങ്ങളുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ഹബീബായ തങ്ങൾ കൊടുത്തു. ഉമ്മയുടെ കാൽച്ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ ഉമ്മ പറയുന്നത് അംഗീകരിക്കുന്ന മക്കളുണ്ടോ എങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തുപോകുകയാണ്, നമ്മൾ മദർസുടെയും മാതാവിനെയും പിതാവും അവർ എത്രമാത്രമാണ് നമ്മുടെ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചത്. നമുക്കൊരു കുട്ടിയാകുമ്പോഴാണ് ഉപ്പയുടെ വില നമുക്കറിയുന്നത്, ഉമ്മയുടെ വില നമുക്കറിയുന്നത്. നമ്മൾ അവരെത്രമാത്രം താലോളിക്കുന്നു. ഞാൻ ഓർത്തുപോകുകയാണ്, ഒരു മദർസ് ഡേയിൽ ഒരു കഥ ഞാൻ വായിക്കാനിടയായി. ഒരു മുസ്ലിമായ സുഹൃത്ത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അതായത് ഉപ്പ മരിച്ചതിന് ശേഷം അദ്ദേഹം ഡയറി എടുത്തു നോക്കുകയാണ്. ഉപ്പ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ഡയറിയിൽ ഓരോ ദിവസത്തെയും ഹിസ്റ്ററികൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ മരിച്ചുപോയ അച്ഛൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെ ഡയറി അങ്ങ് എടുത്തിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ഈ മറിച്ചു നോക്കുന്ന മകനായ ഞാൻ, അദ്ദേഹം പറയാണ്, മകനായ ഞാൻ, എനിക്കിന്ന് വലിയ പ്രായമുണ്ട്, ഇന്ന് ഞാൻ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ആ ഡയറി ഞാൻ ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ അതാ അച്ഛൻ ഒരു ദിവസം ചെറിയ കുട്ടിനായിരിക്കുന്ന കാലത്ത്, ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന കാലത്ത്, ഞാനും ഭാര്യയും, അതായത് എൻ്റെ ഉമ്മയും എൻ്റെ അച്ഛനും എന്നെ അതാ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകുകയാണ്. ഒരു പാർക്കിലേക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി കൊണ്ടുപോകുകയാണ്. അങ്ങനെ കൊണ്ടുപോയ ചരിത്രമാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അച്ഛൻ എഴുതിയത്. അതായത് പാർക്കിലെത്തി, ഞാനും ഭാര്യയും എൻ്റെ കൂടെ ഈ കുഞ്ഞും, അതാ ഞങ്ങൾ പാർക്കിലെത്തിയപ്പോൾ ആ കുട്ടിയാകുന്ന ഇപ്പം എഴുതിയ ഞാനാകുന്ന കുട്ടി ആ പാർക്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ആ സമയത്താണ് ആ പാർക്കിൽ ഒരു ചെറിയ വൃക്ഷമുണ്ട്, ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചില്ലയിൽ ഒരു പക്ഷി വന്നിരിക്കുന്നു. ഒരു പക്ഷി, സുന്ദരമായ പക്ഷി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഞാനതാ എൻ്റെ ഉപ്പയാകുന്ന അച്ഛനാകുന്ന ഉപ്പയോട് തൊട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, അച്ഛാ അതെന്താണ്? ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, മോനെ അത് കുരുവിയാണ്, കുരുവി പക്ഷിയാണ്. അങ്ങനെ അതാ അച്ഛൻ പറഞ്ഞു നിർത്തിയതിൻ്റെ ഉടനെ മകനാകുന്ന ഞാൻ വീണ്ടും രണ്ടാമതും എടുത്ത് തൊട്ട് അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛാ അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കുരുവിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 7 പ്രാവശ്യം ഞാൻ ചോദിച്ചു അത്രേ. 7 പ്രാവശ്യവും എൻ്റെ അച്ഛൻ, മോനെ അത് കുരുവിയാണ് എന്ന് എനിക്കന്ന് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഈ സംഭവം ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഇന്ന് മരിച്ചു പോയിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, അച്ഛനിക്ക് പ്രായമായ സമയത്ത് ഞാനതാ അച്ഛനെയും കൊണ്ട് ഉപ്പയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഉപ്പയ്ക്ക് പ്രായമായിട്ടുണ്ട്. അവർ ടൗണിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ അച്ഛൻ ഈ അന്ന് കുരുവിയെ സംബന്ധിച്ച് 7 പ്രാവശ്യം ചോദിച്ച എനിക്കന്ന് 7 പ്രാവശ്യവും
ചോദ്യവും ഉത്തരം തന്ന എൻ്റെ അച്ഛൻ, ആ അച്ഛനതാ എന്നോട് പ്രായമായ സമയത്ത് എന്നോട് ചോദിക്കുന്നു, മോനെ അതെന്താണ്? ബിൽഡിംഗ് കാണിച്ച് എന്നോട് ടൗണിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛ അത് ഇന്നതാണ്, ഇന്ന കോംപ്ലക്സ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത് അച്ഛൻ ചോദിച്ചു, അതെന്താണ്? ഞാൻ ദേഷ്യപ്പെട്ടു. നേരത്തെയല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, അതിന്ന കോംപ്ലക്സ് ആണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ അച്ഛൻ അതാ മറവി കൊണ്ട് കുറച്ച് അത് മറന്നു. മൂന്നാമതും ചോദിച്ചു, ഞാൻ വല്ലാത്ത ദേഷ്യപ്പെട്ടു. നാലാമതും ചോദിച്ചു, ഞാൻ വല്ലാത്ത കയർത്ത് സംസാരിച്ചു. ഞാൻ മിണ്ടിയില്ല. പക്ഷേ ആ അച്ഛൻ ഇന്ന് മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛനിക്ക് ഇപ്പത്ര പ്രായമായ സമയത്ത് എന്നോടൊരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തില്ലല്ലോ. പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഡയറി എടുത്തു നോക്കുന്നത്. 7 പ്രാവശ്യം പക്ഷിയെ സംബന്ധിച്ച് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ കുരുവിയാണ് എന്ന് യാതൊരു ദേഷ്യവുമില്ലാത്ത പറഞ്ഞ എൻ്റെ അച്ഛനാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അദ്ദേഹം എഴുതുകയാണ്, ഇതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളും നമ്മെ സ്നേഹിച്ച് അവരാൽ കഴിയുന്ന രീതിയിൽ നമ്മെ അവർ വളർത്തിയെടുത്തിരിക്കുകയാണ്. പക്ഷേ നമുക്കൊരൽപ്പം സമ്പത്ത് കൂടിയപ്പോൾ, നമുക്കൊരൽപ്പം ആരോഗ്യം വന്നപ്പോൾ ആ ഉപ്പ നമുക്ക് വേണ്ട, ആ ഉമ്മ നമുക്ക് വേണ്ട, അവർ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ഈ ഒരു രീതിയിലേക്ക് നമ്മളായിക്കഴിഞ്ഞാൽ അതാ അള്ളാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് തഖ്വ ലഭ്യമാവുകയില്ല. അതുകൊണ്ട് നമുക്ക് തഖ്വ ലഭ്യമാകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഒരുപക്ഷേ ജീവിച്ചിരിക്കുന്നില്ല മാതാപിതാക്കൾ, പലർക്കും വേദനയുണ്ടാകാം. എൻ്റെ പിതാവ് മരിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഞാൻ എങ്ങനെ എൻ്റെ ഉപ്പയോട് പൊരുത്തപ്പെടിക്കും, എൻ്റെ ഉമ്മയോട് എങ്ങനെ പൊരുത്തപ്പെടിക്കും എന്ന് നമ്മൾ അങ്ങ് വേവലാതിപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും കരുണയുള്ളവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു പോയതിന് ശേഷവും അവർ നമ്മെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാളങ്ങ് മരണപ്പെട്ടതിന് ശേഷം ആ മരണപ്പെട്ട വ്യക്തി വെള്ളത്തിൽ വീണ വ്യക്തിയെപ്പോലെയാണ്. വെള്ളത്തിലേക്ക് അബദ്ധത്തിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാൾ മുങ്ങുമെന്ന് കാണുന്ന സമയത്ത് അയാളുടെ കൈകൾ ഉയർത്തി എവിടെയെങ്കിലും പിടിവള്ളികൾ കിട്ടുമോ, എനിക്കൊന്ന് പിടിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അദ്ദേഹം അതാ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി വല്ല കയറും കിട്ടുമോ എന്ന് കാത്തു നിൽക്കുന്നത് പോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരണപ്പെട്ടു പോയ മനുഷ്യൻ അതാ അവിടെ നിന്ന് വെള്ളത്തിൽ വീണ മനുഷ്യനെ പോലെ എന്തെങ്കിലും കയറി പിടിച്ച് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് കാത്തു നിൽക്കുകയാണ്. നിങ്ങളതാ മരിച്ചുപോയവർക്ക് വേണ്ടി ആ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ ആണ്ട് കഴിക്കുന്നു, ആ മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി ആണ്ട് കഴിക്കുന്നു, ആ മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു, ആ മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ തഹ്ലീൽ ചൊല്ലുന്നു എങ്കിൽ അവർക്കതാ പിടികയറി കിട്ടിയതുപോലെ നമ്മൾ ഓതുന്ന യാസീൻ, നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആൻ, നമ്മൾ ചൊല്ലുന്ന തഹ്ലീലുകൾ ആ മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു പിടിവെള്ളിയാകുന്നു, അവർക്ക് രക്ഷക്കുള്ള മാർഗമാകുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ ഉപ്പ എന്ന് പറയുന്നവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതകാലത്ത് നിന്ന് അവർ അസ്തമിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര കാലമാണോ പിന്നീട് ജീവിക്കുന്നത് ആ ജീവിതത്തിലുടനീളം ഉപ്പ മരിച്ച ദിവസം നമ്മൾ മറക്കാൻ പാടില്ല. ഉപ്പ മരിച്ച ദിവസം ഇന്നലെ കഴിഞ്ഞു പോയല്ലോ എന്ന് പിന്നീട് ചിന്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവരുടെ ദിനം നമ്മൾ അനുസ്മരിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ തഹ്ലീലുകൾ ചൊല്ലണം, അവർക്ക് വേണ്ടി നമ്മൾ ഖുർആൻ ഓതണം. അങ്ങനെ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതെത്ര വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയാലും മാതാപിതാക്കളാകുന്ന അള്ളാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞ, അള്ളാഹു ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ ആ വ്യക്തിത്വങ്ങളെ ആദരിക്കാതെ ഒരു കാലത്തും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ആയിരക്കണക്കിന് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ ഒരുപാട് പൂർവികരുടെ ചരിത്രങ്ങൾ കാണാം. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. ഞാൻ വിശാലമായി അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു മുഴു സമയവും അല്ലാഹുവിലേക്ക് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തിത്വമായിരുന്നു. അല്ലാഹുവിലേക്കുള്ള ആരാധനകളിൽ വലിയ താല്പര്യമുള്ള വ്യക്തിത്വമാണ്.
അല്ലാഹുവിലേക്ക് കൂടുതൽ സമയവും ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തിത്വമാണ്. പിന്നീട് ഇബാദത്ത് മാത്രമായി, ഇബാദത്തിനോട് മാത്രം താല്പര്യമായി. അങ്ങനെ ഇബാദത്തിനോട് താല്പര്യമായപ്പോൾ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് ജീവിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ഇബാദത്തുകൾക്ക് കോട്ടം വരും, ജനങ്ങളുമായി ഇടപെടേണ്ടി വരും. ആ സമയത്ത് എല്ലാ സമയങ്ങളും ഇബാദത്തുകളിലായി വിനിയോഗിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ഏകാന്തത ഇഷ്ടപ്പെടുകയാണ്, ഒറ്റപ്പെട്ട ജീവിതം ഇഷ്ടപ്പെടുകയാണ്. ഒറ്റപ്പെട്ട ജീവിതത്തിൽ അല്ലാഹുവിനെ മാത്രം ഓർത്ത് ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അങ്ങനെയാണ് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു അതാ അവിടെ നിന്ന് കാട്ടിൽ പോയി, അല്ലെങ്കിൽ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരാരുമില്ലാത്തൊരു പ്രദേശത്തേക്ക് പോയി ചെറിയൊരു കുടീരം നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിൽ അധിവസിക്കുകയാണ്. ആ ചെറിയൊരു കുടീരത്തിൻ്റെ ഉള്ളിൽ മുഴുസമയവും അല്ലാഹുവിലേക്ക് ഇബാദത്തിൽ കഴിച്ചുകൂടുകയാണ്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ഒരു വൃദ്ധയായ മാതാവുണ്ടായിരുന്നു, ഒരു ഉമ്മയുണ്ടായിരുന്നു. അതാ ഉമ്മ തൻ്റെ മകനെ കാണാതെ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ജുറൈജ് എന്നെ വിട്ടുപോയിട്ടുണ്ടല്ലോ. ജുറൈജിനെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് ജുറൈജ് അല്ലാഹുവിലേക്ക് ഏകാന്തനായി കഴിയാൻ വേണ്ടി നിർമ്മിച്ച കുടാരത്തിൻ്റെ സമീപത്തേക്ക് ആ പ്രിയപ്പെട്ട വൃദ്ധയായ ഉമ്മയെത്തുന്നു. ഉമ്മയെത്തി മകനങ്ങ് കുടാരത്തിൻ്റെ ഉള്ളിൽ ആരാധനയിൽ കഴിയുന്നു എന്നറിയുമ്പോൾ ആ ഉമ്മ വിളിക്കുന്നു, യാ ജുറൈജ്, യാ ജുറൈജ് എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രനെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ജുറൈജ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കാരത്തിലാണ്. സുന്നത്ത് നിസ്കാരത്തിലിരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശബ്ദമാണല്ലോ ഞാൻ കേൾക്കുന്നത്. യാ റബ്ബി ഉമ്മി, എൻ്റെ ഉമ്മയുടെ ശബ്ദമാണല്ലോ ഞാൻ കേൾക്കുന്നത്. അല്ലാ, ഞാൻ നിനക്ക് ഇബാദത്തിലാണ്, പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഉമ്മയുടെ വിളിക്കുത്തരം ചെയ്യണോ, അല്ല എൻ്റെ നിസ്കാരം പൂർത്തീകരിക്കണോ? ജുറൈജ് റളിയല്ലാഹു അൻഹു ആശങ്കാകുലനാവുകയാണ്. പക്ഷേ അല്ലാഹുവിലേക്കുള്ള ഇബാദത്തിലാണല്ലോ. ഇസ്ലാമിൻ്റെ നിയമം എന്താണ്? ഉമ്മയുടെ വിളിക്കുത്തരം നമ്മൾ എല്ലാ സമയത്തും നൽകേണ്ടതുണ്ട്. സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി ആ സമയത്ത് ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരം നിർത്തി ഉമ്മയുടെ വിളിക്കുത്തരം നൽകണമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. കാരണം അള്ളാഹുവിലേക്കാണ് നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഫർള് നിസ്കാരമാണ് എങ്കിൽ യാതൊരു വകുപ്പുമില്ല, ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയളക്കാനുള്ള ഒരു വകുപ്പില്ല. പക്ഷേ സുന്നത്ത് നിസ്കാരമാണ് എങ്കിൽ, ഉമ്മയാണ് വിളിക്കുന്നത് എങ്കിൽ ഉത്തരം ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ഇതറിയില്ല. എൻ്റെ ഉമ്മയുടെ വിളി കേൾക്കുന്നുവല്ലോ, പക്ഷേ അവർ നിസ്കാരത്തിൽ തുടരുകയാണ്. അവർ നിസ്കാരത്തിൽ തുടരുക എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലത്തെ നിസ്കാരങ്ങളല്ലേ. നമ്മുടെ നിസ്കാരം ആലോചിച്ചു നോക്കൂ. നമുക്ക് എങ്ങനെയാണ് നിസ്കാരം വേണ്ടത്? വളരെ വേഗതയോടുകൂടി നിസ്കാരം കഴിയണം. ഒരു 3 തസ്ബീഹ് അതുപോലും ചെല്ലുന്നത് ഇഷ്ടമില്ല പലർക്കും. കാരണം നിസ്കാരം ലേറ്റാണ്. നമ്മുടെ പരാതികൾ അതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ലേ, നമ്മുടെ നിസ്കാരങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ മഹാന്മാരുടെ നിസ്കാരം അങ്ങനെയല്ലേ. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുകയാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു എങ്കിൽ ഉമ്മ യാ ജുറൈജ് എന്ന് വിളിക്കുമ്പോൾ ഒരുപക്ഷെ യാ ജുറൈജ് എന്ന് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൂട്ടത്തിൽ 2 റക്അത്ത് നിസ്കാരം തീരുന്നവരുണ്ട്. അത്ര വേഗതയോടുകൂടി നിസ്കരിക്കാൻ വലിയ പരിശീലനം നേടിയവരാണ് നമ്മളൊക്കെ. അതിവിദഗ്ധരാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ. കാരണം വളരെ പെട്ടെന്ന് ഫാത്തിഹയൊക്കെ ഓതി. ഞാൻ ചിലപ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, മാഷാ അല്ലാ ഭയങ്കരം, ഗിന്നസ് ബുക്കിലൊക്കെ റെക്കോർഡൊക്കെ നേടാം, കാരണം അത്ര വേഗമാണ് നിൻ്റെ നിസ്കാരം. അതൊന്നും നമുക്ക് പഠിപ്പിച്ചു തരണമെന്നു. അത്ര പെട്ടെന്ന് 2 റക്അത്ത് നിസ്കാരം അത് കഴിയുകയാണ്. എന്നാൽ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാരുടെ നിസ്കാരം അങ്ങനെയല്ല. കൃത്യമായി അല്ലാഹുവിനെ ചിന്തിച്ച് ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ വളരെ നേരം നീണ്ടുപോകുന്ന നിസ്കാരമാണ്. ആ നിസ്കാരത്തിലാണ് ഉമ്മയുടെ വിളി കേൾക്കുന്നത്, യാ ജുറൈജ്. പക്ഷേ ഉമ്മയുടെ വിളിക്കുത്തരം ചെയ്യുന്നില്ല. രണ്ടാമതും ഉമ്മ വിളിക്കുന്നു, യാ ജുറൈജ്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹു ഉത്തരം ചെയ്യുന്നില്ല. 3ാമതും വിളിച്ചുത്തരം ചെയ്യുന്നില്ല. കാരണം ഉമ്മയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, താരങ്ങ നിസ്കാരത്തിലാണ്, മുഴുസഭയും ആരാധനയിലാണ്. ഉമ്മ സങ്കടപ്പെട്ടു പോയി. സ്വാഭാവികമാണ്, സ്ത്രീകളുടെ മനസ്സ് ലോലമാണ്, ഇടുക്കമാണ് അവരുടെ മനസ്സുകൾ. പെട്ടെന്ന് വേദനിക്കുന്ന മനസ്സുകളാണ് സ്ത്രീകളുടെ മനസ്സ്. അല്ലാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. പുരുഷന്മാരെ പോലെ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല. പെട്ടെന്ന് ഖേദം വരും. അതേ രീതിയിൽ ഉമ്മ വിളിച്ച് ഉത്തരം ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ഉമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ടായി, അല്ലാഹുവേ, എൻ്റെ മകനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ ഉത്തരം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ മുഖം നോക്കാതെ എൻ്റെ മകനെ നീ മരിപ്പിക്കരുത്. ഉമ്മമാരൊരിക്കലും ശാപിക്കാൻ പാടില്ല.
പരമാവധി ക്ഷമിക്കണം. പക്ഷേ ഉമ്മ വേദന കൊണ്ടങ്ങ് പറഞ്ഞുപോയി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു തെറ്റും ചിന്തിക്കാത്ത, ഒരു തെറ്റും ചെയ്യാതെ അല്ലാഹുവിലേക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് തനിക്ക് അവിടെ നിന്ന് പ്രയാസങ്ങൾ ഇവിടെ അനുഭവപ്പെടുന്നുവെന്ന് കണ്ടിട്ടാണ് ആളുകളില്ലാത്ത പ്രദേശത്തേക്ക് നിസ്കാരത്തിന് വേണ്ടി മഹാനവരുകൾ നീങ്ങുന്നത്. പക്ഷേ ആ ഉമ്മയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും ശപിച്ചു പോകരുത്. അവർ കുരുത്തക്കേടുകൾ കാണിച്ചു എന്ന് വരാം, അവർ തെറ്റുകൾ ചെയ്തു എന്ന് വരാം. തീർച്ചയായിട്ടും അവരെ ഉപദേശിക്കണം. അടിക്കേണ്ട കേസുകളാണെങ്കിൽ അടിക്കണം. അതേസമയത്ത് ശാപത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ഫലിക്കുക തന്നെ ചെയ്യും. എന്തിനേറെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആഇൻ്റെ അള്ളാഹുവിൻ്റെയും ഇടയിൽ തടസ്സമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒരാൾ വന്ന് വല്ലാത്ത ചീത്ത പറയുകയാണ്. ഞാനൊരു അക്രമിയല്ല, വെറുതെ എന്നെ ആക്രമിക്കുകയാണ്, എന്നെ അടിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഇവനെ നീ നശിപ്പിച്ചു കളയണം. അങ്ങനെ പ്രാർത്ഥിക്കരുത്. അങ്ങനെ ഒരാൾക്ക് പ്രാർത്ഥിച്ചാൽ ഹബീബായ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെയും ഈ ആക്രമിക്കപ്പെട്ടവൻ്റെയും, വെറുതെ ആക്രമിക്കപ്പെട്ടവൻ, അവൻ്റെയും ഇടയിൽ മറയില്ല. ദുആ സ്വീകരിക്കും, ഇവൻ നശിക്കും. ഒരുപക്ഷെ അപ്പളനായിക്കൊള്ളണമെന്നില്ല. ജീവിതത്തിൽ യാതനകളും വേദനകളും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മെ കാക്കുമാരാവട്ടെ. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മയെ വേദനിപ്പിച്ചുവെങ്കിൽ പിന്നെ ആ ദുആ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ലല്ലോ. ജുറൈജ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഉമ്മ തിരിച്ചുപോയി, ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നാട്ടിലതാ ഒരു പെണ്ണ് ഒരു ആട്ടടയനുമായി ഇണചേർന്ന് അവളതാ പ്രസവിക്കുകയാണ്. പ്രസവിച്ച സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ്, കല്യാണം കഴിയാത്തൊരു പെണ്ണ് പ്രസവിച്ചപ്പോ ഇന്ന് ലോകം എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, എത്ര ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും സ്പർശനമില്ലാതെ ലോകത്തൊരാൾക്കും പ്രസവിക്കാൻ കഴിയില്ല. ലോകം പല രീതിയിലും ക്ലോണിങ്ങിലൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെ ആണിൻ്റെയും പെണ്ണിൻ്റെയും സമ്പർക്കങ്ങളുണ്ട്. ഈ അടുത്ത് ഞാൻ വായിച്ചു, ഏതോ ഒരു ജയിലിൽ കഴിയുന്ന ഒരു പെണ്ണ്, ഒരു സെല്ലിൽ ഒരു പെണ്ണ് കഴിയുന്നു, മറ്റൊരു സെല്ലിൽ ഒരു ആണ് കഴിയുന്നു. കാമുകിമാർ, അവർ ശരീരങ്ങൾ പരസ്പരം സ്പർശിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ ശുക്ലമെടുത്ത് അവൻ ഇവൾക്ക് പാർസൽ ചെയ്യുന്നു. അവളുടെ യോനിയിൽ, അഥവാ അവളതാ ഈ ശുക്ലമെടുത്ത് അവളിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ അവൾ ഗർഭിണിയായി എന്ന് ഈ അടുത്ത് ഞാൻ വായിച്ചു. അമേരിക്കയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെയും ആണിൻ്റെ ശുക്ലം അവളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ആണിൻ്റെ സ്പർശമില്ലാതെ ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പെണ്ണ് പ്രസവിച്ചപ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. വ്യഭിചാരിണിയായ പെണ്ണ്, കല്യാണം കഴിയാത്ത പെണ്ണ് പ്രസവിച്ചു. ആ സമയത്ത് അവളെ പരിഹസിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇതാ പ്രസവിച്ച ഈ കുട്ടിയുടെ പിതാവ് കപടവിശ്വാസിയായ ജുറൈജാണ്. ആളുകളുടെ ഇടയിൽ മാന്യനായി നടിച്ച് മുഴുസമയവും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്നു എന്ന് പറയുന്ന ആ ജുറൈജാണെന്ന് പറഞ്ഞു. ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയാണ്, കൂടാരത്തെ തകർക്കുകയാണ്. പലപ്പോഴും അങ്ങനെയാണ്. ഒരുപക്ഷെ ആരെങ്കിലും തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ അയാളെ ശിക്ഷിക്കാൻ ആൾക്കൂട്ടം എപ്പോഴും റെഡിയാണ്. പക്ഷേ ഈ പലപ്പോഴും ആലോചിക്കേണ്ടിയിരിക്കുന്നു, ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരായിരിക്കാം ഇവർ. പക്ഷേ സമൂഹം അങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അതാ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടാരത്തെ തകർക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുന്നു. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാനൊരു അന്യപ്പെണ്ണിനെയും ഇന്ന് വരെ സ്പർശിച്ചിട്ടില്ല. എന്നാൽ ആ കുട്ടി എവിടെയാണ്? ആ കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നു. ആ കുട്ടിയോട് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, മോനെ, നിന്റെ പിതാവാരാണ്?
ജുറൈജ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. നിന്റെ പിതാവാരാണ്? ഒരു കുട്ടിയും ഇന്ന് വരെ ജനിച്ച ഉടനെ പ്രസവിച്ചിട്ടില്ല. ലോകം എത്ര പുരോഗമിച്ചിട്ടും ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ സംസാരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും അത് സാധ്യമല്ല. അതേ സമയത്ത് ലോകത്തെ ചെറിയ കുട്ടികൾ അവിടെ നിന്ന് സംസാരിച്ച ചില ചരിത്രങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കുട്ടിയാണ് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കപ്പെട്ട ആ കുട്ടി. ആ കുട്ടിയോട് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, മോനെ, നിന്റെ പിതാവാരാണ്? നിന്റെ പിതാവാരാണ്? മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനോട് കുട്ടി പറയുന്നു, എൻ്റെ പിതാവ് ഇന്നാലിന്ന ആട്ടടയനായ മനുഷ്യനാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ജുറൈജ് അല്ല തെറ്റ് ചെയ്തത്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കളങ്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ആക്രമണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ ഉമ്മയുടെ ദുആ ആണ് എന്ന് ചരിത്രങ്ങൾ നമ്മോട് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത് ഒരിക്കലും അത് എത്ര വില കൊടുത്താലും കിട്ടാത്തൊരു വസ്തുവാണ്. പലപ്പോഴും നമ്മൾക്ക് അവർ പറയുന്നത് യോജിച്ചു കൊള്ളണമെന്നില്ല. ഈ നൂറ്റാണ്ടിന് യോജിച്ച കഥകളായിരിക്കില്ല അവർ പറയുന്നത്. അവർ ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ പാടില്ല. അവരോട് നമ്മൾ ചേർത്ത് വെക്കണം. അവർക്ക് നമ്മൾ ഉമ്മ വെക്കണം. എപ്പോഴും നമ്മൾ അവരെ കൂടെയുണ്ട് എന്ന് നമ്മൾ വിശ്വസിപ്പിക്കണം. അങ്ങനെ അവരുടെ പൊരുത്തം സമ്പാദിക്കണം. അങ്ങനെ മാതാപിതാക്കൾ അല്ലാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞവരാണ്. അവരെ നമ്മൾ ആദരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ തഖ്വ വന്നുകൂടുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ വസ്തുക്കൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ അല്ലാഹു തആല നമ്മോട് ആദരിക്കാൻ വേണ്ടി പറഞ്ഞു. അവളൊക്കെ ആദരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് തഖ്വ വരണം. തഖ്വയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ അപ്പുറത്തെ ദേർലകൊട്ടെ ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടതില്ല. അവിടെ പോയി തഖ്വയുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയില്ല. തഖ്വയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ ഇരുത്തം മതി. ഈ ഇരുത്തം മതി എനിക്ക് തഖ്വയുണ്ടോ എന്ന് അന്വേഷിക്കാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഇരുത്തം ഇരുന്ന നമ്മളുടെ മനസ്സിൽ ഇതൊന്നിപ്പോൾ തീർന്നാൽ മതിയായിരുന്നു എന്ന് ആർക്കെങ്കിലും ചിന്ത വരുന്നുണ്ടെങ്കിൽ, ഒന്ന് തങ്ങൾ വേഗം വന്നാൽ മതിയായിരുന്നു, പെട്ടെന്നൊന്ന് സമാപിച്ചാൽ മതിയായിരുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു എങ്കിൽ നിങ്ങൾ അവിടെ പരിശോധിച്ചു നോക്കൂ, തഖ്വയ്ക്ക് തകരാറുണ്ട് എന്ന് പരിശോധിച്ചു നോക്കൂ. അവിടെ തഖ്വയ്ക്ക് തകരാറുണ്ട്. ഇത് ഞാൻ നിങ്ങളെ പറയുന്നതല്ലേ, നമ്മൾ ഓരോരുത്തരുടെ കഥയാണ്. തഖ്വ എന്നുള്ളത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ദീനി കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ വരികയാണ്. ദീനി വിഷയങ്ങളിൽ താല്പര്യമില്ല. നമ്മൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് ഒരുപക്ഷെ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ പള്ളി, ആ പള്ളി അൽഹംദുലില്ലാഹ് കാർപ്പറ്റുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്. ഇനിയും സംവിധാനങ്ങൾ വേണം. എല്ലാവരും സഹകരിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു 10 മിനിറ്റ് എല്ലാവരും ഒന്ന് ഇരിക്കുന്നു ജുമാക്ക് പറഞ്ഞാലോ എത്ര ആളിരിക്കും? ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്തേ ഇരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല? ഇരിക്കുന്ന സ്ഥലം എന്തേ ചന്തിക്ക് വേദനയുണ്ടാകുന്നത് കൊണ്ടാണോ? കാറ്റ് കുറഞ്ഞത് കൊണ്ടാണോ? ഇന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണോ? കറണ്ടുള്ള സമയങ്ങളില്ലേ? പക്ഷേ തഖ്വയില്ല. അതേ വ്യക്തികൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പോയിരിക്കുന്ന സ്ഥലം കാർപ്പറ്റില്ല, ഫാനില്ല, AC ഇല്ല, ചിലപ്പോൾ സിമെൻറ്റ് കല്ലുകളിലായിരിക്കും ഇരിക്കുന്നത്. 10 മിനിറ്റ് അല്ലേ ആ പോയി ഇരുന്നത്? അസർ ബാങ്ക് വരെ ഇരുന്നു, ഒരു ക്ഷീണവും വരുന്നില്ല. എന്തേ കാരണം? തഖ്വയില്ല, നന്മയോട് താല്പര്യമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ, എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ഈ രീതിയിൽ ഈമാൻ ഇങ്ങനെ കുറഞ്ഞ് തഖ്വകൾ കുറഞ്ഞു വരുമ്പോൾ അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ പലതും നമ്മളിലേക്ക് കടന്നു വരികയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഈ ഭൂമി ലോകത്തുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ, പ്രയാസങ്ങൾ, കൊറോണയുണ്ടാകുന്നു, തീപിടുത്തമുണ്ടാകുന്നു. നിങ്ങൾ നോക്കൂ, അമേരിക്കയിൽ, ലോസ് ആഞ്ചലസിൽ, കാലിഫോർണിയയിൽ, ഇങ്ങനെ അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഏത് ശത്രുക്കൾ വന്നാലും എത്ര ദൂരെ നിന്ന് വരുന്നതും നിരീക്ഷിക്കാനും അവരെ നിഷ്ക്രിയരാക്കാനും ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു തീപിടുത്തമുണ്ടായപ്പോൾ അഭിമന്യരായ സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു.
മുഴുവൻ ആളുകളും നമ്മുടെ വേദിയെ വന്ന് ധന്യമാക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അഭിമന്യരായ തങ്ങൾ ഉസ്താദിനെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും വന്ന് നമ്മുടെ സദസ്സിലിരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തഖ്വ ലഭ്യമാകാനുള്ള വേദികളാണ് ഇത്തരത്തിലുള്ള വേദികൾ. അതെല്ലാവരും ഉപയോഗപ്പെടുത്തുകയും എല്ലാ സ്വലാത്തിൻ്റെ മജ്ലിസുകളും സജീവമായി നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ തങ്ങൾ ഉസ്താദ് ആരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. ആണ് പെണ്ണ്, ചെറുത് വലുത് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആശ്രയമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 29 വർഷങ്ങൾക്കപ്പുറം അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ്, നമ്മുടെ എല്ലാമായിരുന്ന അഭിമന്യരായ ഫസോട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അല്ലാഹുവേ ദറജനി ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ, സ്ഥാപിച്ച സ്വലാത്ത് 29 വർഷങ്ങളായി. 29ാമത് വാർഷികത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വലാത്തിൻ്റെ മജ്ലിസിന് വബിയന്യരായ തങ്ങളവരുകൾ നേതൃത്വം നൽകി നമുക്ക് പ്രാർത്ഥന നടത്തി തരും. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതി എല്ലാവരും എല്ലാ രീതിയിലും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, തങ്ങൾ ഉസ്താദിൻ്റെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ഈ നാട്ടിൽ തങ്ങൾ ഉസ്താദിന് അറിയുന്നത് പോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ നമ്മുടെ മഹല്ലത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. മഹല്ലത്തിൻ്റെ എല്ലാ നന്മകളിലും നാട്ടിലെ ചെറുത് വലുത് ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമയോടുകൂടെ മുന്നോട്ട് പോയി അൽഹംദുലില്ലാ ഇത്രയും കാലം സുന്ദരമായി പള്ളിയും മദ്രസയും എല്ലാം ഇവിടെ നടന്നു വരുന്നു. ഇനിയും ഒരുപാട് പുരോഗമിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷവും സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടി അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് പലരും ചെറുത് വലുത് എല്ലാവരും സഹകരിച്ച് അവരാൽ കഴിയുന്ന രീതിയിൽ വാഗ്ദത്വങ്ങൾ ചെയ്ത് നമ്മൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ ഒരു 10 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ സ്ഥലം വാങ്ങിയത് കൊണ്ട് മാത്രമാകുന്നില്ല, ആ സ്ഥലത്ത് നമുക്ക് വരുമാനത്തിനുമുള്ള ഒരു കെട്ടിടം ഉയരണം. അതിൻ്റെ പ്ലാനൊക്കെ ഇവിടെ ഇൻഷാ അല്ലാഹ് തങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ നമുക്ക് വേണ്ടുന്നതുപോലെ കാര്യങ്ങൾ സൂചിപ്പിച്ചു തരും. ഇൻഷാ അല്ലാഹ് ആ കാര്യം നമുക്ക് വലിയ വിജയിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ പ്രത്യേകമായി സ്വതക്ക നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു സഹോദരി, ആ സഹോദരിയുടെ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഒരു അലിക്കത്ത് നമ്മുടെ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് സ്വതക്ക നൽകിയിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ അൽഹംദുലില്ലാ എല്ലാവരും സഹകരിക്കുന്നുണ്ട്, സ്വതക്ക നൽകുന്നുണ്ട്. അതിന് പുറമേ നമ്മുടെ വീടുകളിലേക്ക് വ്യാഴാഴ്ച ബുധനാഴ്ചകളിലായി എല്ലാ ആഴ്ചകളിലും സലാത്തിൻ്റെ ഡബ്ബ നമ്മുടെ വീടുകളിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട്. ആ എത്തിക്കുന്ന സമയത്ത് എല്ലാവരും സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും ഒരാഴ്ച പോലും വിട്ടുപോകാതെ കഴിയുന്ന തുകകൾ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളതിൽ നിക്ഷേപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ആഴ്ചകളിലും അൽഹംദുലില്ലാ അത് നിക്ഷേപിക്കുന്നു. അതിന് പുറമേ പലരും ബാംഗ്ലൂരിലും ഗൾഫിലും അതുപോലെ പല സ്ഥലങ്ങളിലും കഴിയുന്നവരുണ്ട്. ആ കഴിയുന്ന ആളുകൾ അവരുടെ സ്ഥാപനങ്ങളിൽ അഥവാ അവരുടെ ഷോപ്പുകളിൽ ചെറിയൊരു ഡബ്ബ വെച്ച് ഇത് ഞങ്ങളുടെ നാട്ടിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്കാണെന്ന് കരുതി ആ ഡബ്ബയിലേക്ക് നിത്യവും കട തുറക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും അതിൽ നിക്ഷേപിച്ച് പലരും നമ്മുടെ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അക്കൂട്ടത്തിൽ ഇങ്ങനെ ഡബ്ബ വെച്ച് 10,000 രൂപ, ഒരു 10,000 രൂപ ഡബ്ബയിൽ നിക്ഷേപിച്ച് നമ്മുടെ ഈ മജ്ലിസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കുത്തികാർ കുഞ്ഞി അഥവാ ഇസുദ്ദീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇവിടെ 10,000 രൂപ നൽകിയിട്ടുണ്ട്. ഡബ്ബ മുഖേനയാണ് അദ്ദേഹം അത് സമാഹരിച്ചത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവരുകൾ ദുആരക്കും. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരും സ്വതക്ക നൽകിയവരും ഇവിടെ ഈ സ്ഥീരണിക്ക് വേണ്ടി ഇറച്ചി നൽകിയവരും കോഴി നൽകിയവരും മറ്റു പലതുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പേരുകൾ വായിക്കപ്പെടും. എല്ലാവരും
എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവരുകൾ ദുആ ചെയ്യും. കൂട്ടത്തിൽ ഒരു സാജിദ് എന്ന് പറയുന്ന കൂട്ടുകാരൻ വീടിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാകാൻ 500 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സുഖമില്ലാതെ ഈ മജ്ലിസിൽ എത്താൻ കഴിയാത്ത ഒരാൾ നല്ല സംഭാവന ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവരുകൾ ദുആ ചെയ്യും. തങ്ങൾ ഉസ്താദ് നമ്മുടെ മജ്ലിസിന് നേതൃത്വം നൽകി നമുക്ക് ഉപദേശങ്ങൾ നൽകി ഇൻഷാ അല്ലാഹ് നമ്മെ ഉപദേശിക്കുന്നതിന് വേണ്ടി വളരെ ആദരവോടുകൂടെ തങ്ങൾ ഉസ്താദ് അവരുകളെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് തങ്ങൾ ഉസ്താദ് അവരുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.